എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തേത്. നിങ്ങൾ വായ്പ എടുത്തിട്ടുണ്ടോ? കേന്ദ്രത്തിൻ്റെ പലിശ എഴുതിത്തള്ളൽ നിങ്ങൾക്ക് ബാധകമാണോ എന്ന് എങ്ങനെ അറിയാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഈ കോവിഡ് മഹാമാരിക്കിടയിൽ വായ്പക്കാർക്ക് ഒരു വലിയ ആശ്വാസമായിട്ട് 6 മാസത്തേക്ക് കൂട്ടുപലിശ എഴുതിത്തള്ളുന്നതിനുള്ള നടപടികൾ ധനമന്ത്രാലയം പുറത്തിറക്കി. വ്യക്തിഗത വായ്പക്കാർക്കും ചെറുകിട വ്യവസായങ്ങൾക്കും 2 കോടി രൂപ വരെ വായ്പ എടുത്തവർക്ക് ഇളവ് ബാധകമാണ്. രാജ്യത്തെ കൊറോണ വൈറസ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ റിസർവ് ബാങ്ക് മാർച്ചിൽ EMIകളും ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികയും 3 മാസത്തേക്ക് തിരിച്ചടയ്ക്കുന്നതിന് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു. സെൻട്രൽ ബാങ്ക് പിന്നീട് മൊറട്ടോറിയം കാലയളവ് ഓഗസ്റ്റ് 31 വരെ നീട്ടി. മഹാമാരി സമയത്ത് ആളുകൾ നേരിടുന്ന കടുത്ത പ്രയാസങ്ങൾ കണക്കിലെടുത്താണ് മൊറട്ടോറിയത്തിൽ പലിശ ഈടാക്കരുതെന്ന് ആഗ്രയിൽ നിന്നുള്ള ഒരു വായ്പക്കാരൻ പിന്നീട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. മാർച്ച് 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നിർദ്ദിഷ്ട വായ്പ അക്കൗണ്ടുകളിലുള്ള വായ്പക്കാർക്ക് പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ എക്സസ് ഗ്രേഷ്യ പേയ്മെൻറ്റ് അനുവദിക്കുന്നതിനുള്ള പദ്ധതിക്ക് കേന്ദ്രം അംഗീകാരം നൽകി. ഇനി പലിശ ഒഴിവാക്കൽ പദ്ധതി ബാധകമാകുന്ന വായ്പകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 8 വിഭാഗങ്ങളിലായി ലഭിച്ച 8 കോടിയിൽ താഴെയുള്ള വായ്പകൾക്കാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക. മൈക്രോ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ, MSME വായ്പകൾ, വിദ്യാഭ്യാസ വായ്പകൾ, ഭവന വായ്പകൾ, ഉപഭോക്തൃ ഡ്യൂറബിൾ വായ്പകൾ, ക്രെഡിറ്റ് കാർഡ് കുടിശ്ശിക, വാഹന വായ്പകൾ, വ്യക്തിഗത പ്രൊഫഷണൽ വായ്പകൾ, ഉപഭോഗ വായ്പകൾ. വായ്പ നൽകുന്ന സ്ഥാപനം ഒന്നുകിൽ ഒരു ബാങ്കിംഗ് കമ്പനി, അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്ക്, സഹകരണ ബാങ്ക്, അല്ലെങ്കിൽ ഒരു പ്രാദേശിക ഗ്രാമീണ ബാങ്ക്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു നോൺ ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനം, ഹൗസിംഗ് ഫിനാൻസ് കമ്പനി, അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനം എന്നിവയിലേതെങ്കിലും ആയിരിക്കണം എന്നുള്ളതാണ് ഈ ആനുകൂല്യം ലഭിക്കാൻ വേണ്ട യോഗ്യത. ഇനി പലിശ എഴുതിത്തള്ളൽ പദ്ധതി എന്താണെന്ന് നോക്കാം. 6 മാസ കാലയളവിലേക്കുള്ള, അതായത് മാർച്ച് 1 മുതൽ 2020 ഓഗസ്റ്റ് 31 വരെ കോമ്പൗണ്ട് പലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് കുറയ്ക്കുന്നത്. വിദ്യാഭ്യാസ, ഭവന, ഓട്ടോമൊബൈൽ, വ്യക്തിഗത ഉപഭോഗ വായ്പകളുടെ കാര്യത്തിൽ വായ്പാ കരാറിൽ സൂചിപ്പിച്ചിരിക്കുന്ന നിരക്കിന് അനുസരിച്ചായിരിക്കും പലിശ നിരക്ക്. ഫെബ്രുവരി 29 മുതൽ പലിശ നിരക്ക് നിലവിലുണ്ട്. കോമ്പൗണ്ട് പലിശയും ലളിതമായ പലിശയും തമ്മിലുള്ള വ്യത്യാസം നവംബർ 5-നകം ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് ക്രെഡിറ്റ് ചെയ്യണം. ഇനി ആർക്കാണ് യോഗ്യത എന്ന് നോക്കാം. സർക്കുലറിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ മൊറട്ടോറിയം പൂർണ്ണമായോ ഭാഗികമായോ അല്ലാതെയോ നേടിയ വായ്പക്കാർക്ക് ഈ പദ്ധതി സാധുവായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.